ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് രാവിലെ തന്നെ പള്ളിയിൽ പോകാൻ ഒരുങ്ങുന്നതാണ് ഈ കാണുന്നത്. പള്ളിയിലൊക്കെ പോയി കൊടിയൊക്കെ ഉയർത്തുന്നത് കണ്ടിട്ടാണ് വന്നത് കേട്ടോ. മക്കൾക്ക് കുറേ മിഠായിയും കിട്ടിയായിരുന്നേ. ഞങ്ങളും ചെറുതിലെ രാവിലെ തന്നെ ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്ന് രാവിലെ തന്നെ പള്ളിയിലൊക്കെ പോയി വന്ന വഴിക്ക് മിക്കയിടത്തും കൊടികയറ്റുണ്ടാവും. അവിടെയൊക്കെ കയറി മിഠായി ലഡു ഒക്കെ കളക്ട് ചെയ്തിട്ട് വരുവുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഇന്ന് ചിക്കനാണ് കറിക്ക് മേടിച്ചുകൊണ്ട് വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ എടുത്ത് ഫ്രൈ ചെയ്യാനായിട്ട് മസാലയൊക്കെ പറഞ്ഞ് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് വെള്ളയപ്പം ഉണ്ടാക്കണം. അപ്പോൾ വെള്ളയപ്പത്തിന് കറി വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എപ്പോഴും ചിക്കൻ കറിയല്ലേ, അതൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ച് ചിക്കൻ നിർവ്വാണം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതും എൻ്റേതായിട്ടുള്ള രീതിയിൽ കേട്ടോ. അപ്പോൾ ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് കുറച്ച് മല്ലിയില, വേപ്പില, കുരുമുളക്, ഇഞ്ചി, ഉള്ളി, വെളുത്തുള്ളി, ഉപ്പ്, മസാലപ്പൊടി, പച്ചമുളക്, ഇത്തിരി വെളിച്ചെണ്ണ, വിനാഗിരി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ചിക്കൻ എടുത്ത് അതിലേക്ക് നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ഞാനത് ഫ്രൈ ചെയ്യാനായിട്ട് വെച്ച് ഫ്രൈ ചെയ്ത് വന്നപ്പോഴത്തേനും അതിൻ്റെ പച്ചക്കളറൊക്കെ മാറിയായിരുന്നു കേട്ടോ. എങ്കിലും കുഴപ്പമില്ലേ. അപ്പോൾ അതേ വെള്ളയപ്പത്തിനും പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരിടപ്പത്ത് വെള്ളയപ്പം വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഫ്രൈ ആയി വന്നപ്പോഴത്തേനും ആ പാനിൽ തന്നെ കുറച്ച് മസാല പുരട്ടി ഗ്രേവി ഉണ്ടായിരുന്നു, അതും ഇട്ട് ഞാൻ പറ്റിച്ചെടുത്ത് അത് പറ്റി വന്നപ്പോഴത്തേനും തലപ്പാലും ഒഴിച്ച് കുറച്ച് മസാലപ്പൊടിയും കുരുമുളക് പൊടിയും അതിന് പൊക്കത്തൊന്ന് വിതറിയിട്ട് കൊടുത്തിട്ട് അപ്പോൾ ഇതിന് കറിയൊക്കെ റെഡിയായി. വിചാരിച്ച പോലെ അല്ലായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അപ്പോൾ ഇന്നത്തെ ചായ കൂടി കഴിഞ്ഞിട്ടാ, അത്രയേ ഉള്ളൂ.